ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് നമുക്ക് 9th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിലെ ധാരാവൈദ്യുതി എന്ന ചാപ്റ്ററാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂ SCERTയിലെ ഈ ഒരു ലെസൺ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മൾ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിൽ പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് പോയിന്റ്സ് ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കൊന്ന് കവർ ചെയ്ത് പോവാം കേട്ടോ. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. യൂട്യൂബിൽ കവർ ചെയ്യുന്ന ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ടെലഗ്രാമിലാണ് റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എക്സാംസ്, പോൾസ്, ക്വിസുകളൊക്കെ ടെലഗ്രാം ചാനലിൽ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. ചാപ്റ്ററിലേക്ക് വരാം. ധാരാവൈദ്യുതി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം പറയുന്നത് വൈദ്യുത പ്രവാഹത്തെ കുറിച്ചാണ്. ചാലകത്തിൽ വൈദ്യുത പ്രവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന രീതിയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. അപ്പൊ ഈ ഭാഗത്തൊന്ന് വായിച്ചു നോക്കാം. ഒരു ചാലകത്തിന്റെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഒരു ചാലകത്തിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ വൈദ്യുത പ്രവാഹം നടക്കണമെങ്കിൽ ആ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് കറണ്ടിന്റെ ഒഴുക്ക്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് കറണ്ടിന്റെ ഒഴുക്ക്. നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത ധാരാവൈദ്യുതിയെ ക്ലാസ്, ന്യൂ SCERT ക്ലാസ് കണ്ടതിന് ശേഷം വേണം കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ആ ഒരു ക്ലാസ്സിലാണ് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ആ ഒരു ലെസൺ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്ത് പോവാത്തതായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഈ ഒരു ഭാഗത്തുണ്ട്, ഈ ഒരു ഓൾഡ് SCERT ലെസണിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരിക, അപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ആ ഒരു വീഡിയോയുടെ ലിങ്കും നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടേ. തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു വന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് കറണ്ട് ഒഴുകുന്നതെന്ന്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. ഇത് അളക്കുന്ന ഉപകരണമാണ് എന്ത്? വോൾട്ട് മീറ്റർ അല്ലെ. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ. ഇനി ഒരു വോൾട്ടിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു കൂളോം ചാർജ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്ന് വെക്കാം. അപ്പൊ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് ഒരു ജൂൾ പ്രവൃത്തിയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ആ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയാണ് 1 വോൾട്ട് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെടുക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് EMF എന്താണെന്നാണ്. EMF എന്നാൽ എന്താണ്? വിദ്യുത് ചാലക ബലം അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അതാണ് EMFന്റെ ഫുൾ ഫോം. ഒരു ചാലകത്തിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനുള്ള കഴിവാണ് വിദ്യുത് ചാലക ബലം അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത്. ഒരു ചാലകത്തിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താനുള്ള കഴിവാണ് വിദ്യുത് ചാലക ബലം. ഒരു വൈദ്യുത സ്രോതസ് തുറന്ന സർക്യൂട്ടിലായിരിക്കുമ്പോൾ അതിന്റെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ആ സെല്ലിന്റെ വിദ്യുത് ചാലക ബലം. EMFനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു വൈദ്യുത സ്രോതസ് തുറന്ന സർക്യൂട്ടിലായിരിക്കുമ്പോൾ, ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുമ്പോഴേ അതിന്റെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനെയാണ് ആ സെല്ലിന്റെ EMF അല്ലെങ്കിൽ വിദ്യുത് ചാലക ബലം എന്ന് പറയുന്നത്. ഒരു സെല്ലിന്റെ EMF അളക്കുന്നത് വോൾട്ട് എന്ന യൂണിറ്റിലാണ്. EMF അളക്കുന്നത് വോൾട്ട് എന്ന യൂണിറ്റിലാണ്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. എങ്കിലും ജസ്റ്റ് ഒന്നും കൂടി റിവിഷൻ ആവുമെന്ന് വെച്ചിട്ടാണ് വീണ്ടും പറയുന്ന ഒരു കാര്യം. നമ്മൾ പല സോഴ്സിൽ നിന്ന് പല ആവർത്തി കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഉറക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകുന്നത്. ഓക്കെ. അപ്പൊ വിദ്യുത് ചാലക ബലം എന്ന് പറയുമ്പോൾ ഒരു ചാലകത്തിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താനുള്ള കഴിവിനെയാണ് വിദ്യുത് ചാലക ബലം എന്ന് പറയുന്നത്. രണ്ട് അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ കഴിവുള്ള സംവിധാനമാണ് ഈ വിദ്യുത് ചാലകത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് കേട്ടോ. സ്രോതസ്. ഓക്കെ. ഇനി ഇവിടെ വോൾട്ട് മീറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസവും EMFും അളക്കുന്നതിനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. പൊട്ടൻഷ്യൽ വ്യത്യാസവും EMFും അളക്കുന്നതിനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. ഘടിപ്പിക്കുന്നതാണ് ഇനി നോക്കുന്നത്. അതായത് വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിനെ സെല്ലിന്റെ പോസിറ്റീവ് ഭാഗത്തോട് ബന്ധിപ്പിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ നെഗറ്റീവ് ടെർമിനലിനെ സെല്ലിന്റെ നെഗറ്റീവ് ഭാഗത്തേക്കുമാണ് ചേർത്ത് വെക്കേണ്ടത്. അങ്ങനെ ചേർന്ന് വരത്തക്ക രീതിയിൽ വേണം ഈ ഒരു ഉപകരണം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? വോൾട്ട് മീറ്റർ എങ്ങനെയാണ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിനോടും അതുപോലെ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനൽ നമ്മുടെ സെല്ലിന്റെ നെഗറ്റീവ് ഭാഗത്തോടും ചേർന്ന് വരത്തക്ക വണ്ണം വേണം ഇതൊരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കേണ്ടതായ ബിന്ദുക്കളും വോൾട്ട് മീറ്ററും തമ്മിൽ സമാന്തരമായിട്ടാണ് ഘടിപ്പിക്കേണ്ടത്.
പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കേണ്ടതായിട്ടുള്ള ബിന്ദുക്കളും വോൾട്ട് മീറ്ററും തമ്മിൽ സമാന്തരമായിട്ടാണ് ഘടിപ്പിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മീറ്റർ വോൾട്ട് മീറ്റർ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. വോൾട്ട് മീറ്റർ എങ്ങനെയാണ് സമാന്തരമായിട്ടാണ് ഘടിപ്പിക്കുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കേണ്ട ആ ബിന്ദുക്കളും വോൾട്ട് മീറ്ററും തമ്മിൽ സമാന്തരമായിട്ട് വേണം ഘടിപ്പിക്കാൻ. അതിന്റെ പ്രതീകവും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇവിടെ ജനറേറ്ററിലെ ഊർജ്ജമാറ്റം തന്നിട്ടുണ്ട്. ജനറേറ്ററിൽ എങ്ങനെയാണ് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയാണല്ലോ. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഉള്ളത് സെല്ലുകളുടെ സംയോജനമാണ്. സെല്ലുകളുടെ സംയോജനം ഇവിടെ രണ്ട് രീതിയിൽ സെല്ലുകൾ ഘടിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനിലും എങ്ങനെയാണ് EMFന്റെ കാര്യം എങ്ങനെയാണ്, കറണ്ടിന്റെ കാര്യം എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ന്യൂ SCERTയിൽ ഇതിന്റെ ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടില്ല. അപ്പൊ ഇവിടെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ഒരു ടേബിളിലൂടെ സാധിക്കും. നോക്കാം. അപ്പോൾ ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ഒരു സെല്ലിന്റെ പോസിറ്റീവിനെ ഇതാ ഇവിടെ ഈ ഒരു സെല്ലിന്റെ പോസിറ്റീവ്, ഇതിന്റെ പോസിറ്റീവിനെ എന്ത് ചെയ്തിരിക്കുകയാണ് തൊട്ടടുത്തിരിക്കുന്ന അല്ലെങ്കിൽ രണ്ടാമത്തേന്റെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിലാണ് സെല്ലുകളെ തുടർച്ചയായി ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ നടുക്കിരിക്കുന്ന സെല്ലിന്റെ പോസിറ്റീവിനോടാണ് ഇവിടുത്തെ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും ഇതിനെ ഘടിപ്പിക്കുന്നത്. കണ്ടോ, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവാണ്. തൊട്ടടുത്ത സെല്ലിന്റെ നെഗറ്റീവിനോടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഒരു സെല്ലിന്റെ പോസിറ്റീവിനെ രണ്ടാമത്തേതിന്റെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തില് സെല്ലുകൾ ഒന്നിനൊന്ന് തുടർച്ചയായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്. ശ്രേണി രീതി ഒരു സെല്ലിന്റെ പോസിറ്റീവിനെ രണ്ടാമത്തേതിന്റെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിൽ സെല്ലുകളെ ഒന്നിനൊന്ന് തുടർച്ചയായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് ശ്രേണി രീതി. അപ്പോൾ ഈ ശ്രേണി രീതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, സീരീസ് ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇനി നോക്കാം. ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ആകെ EMF എന്ന് പറയുന്നത് സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഈ ഒരു സെല്ലിന്റെ തുക EMF, ഈ ഒരു സെല്ലിന്റെ EMF, ഈ ഒരു സെല്ലിന്റെ EMF, ഈ മൂന്ന് സെല്ലിന്റെയും കൂടി EMF ആഡ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ EMF എന്ന് പറയുന്നത്. ഇനി ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമായിരിക്കും. അതുപോലെ തന്നെ സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കൂടുതലായിരിക്കും. സീരീസ് രീതിയിലാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ അതിന്റെ സഫല പ്രതിരോധം അല്ലെങ്കിൽ ആന്തര പ്രതിരോധം എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. പിന്നെ ഉയർന്ന വോൾട്ടതയിൽ ബാഹ്യ സർക്യൂട്ടിലെ കറണ്ട് വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന വോൾട്ടതയിൽ എന്താണ്, ബാഹ്യ സർക്യൂട്ടിലെ കറണ്ട് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള പോയിന്റും കൂടി ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇനി സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷനിൽ എങ്ങനെയാന്നുള്ളതാ. ഇവിടെ പാരലൽ കണക്ഷൻ ആണെങ്കിൽ സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കൂ. കണ്ടോ, സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. സമാന്തര രീതിയിൽ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് സെല്ലുകൾ തമ്മിൽ അല്ലെ. ഇനി അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കാം. പാരലൽ കണക്ഷന്റെ സവിശേഷതകൾ എന്തൊക്കെ. ഒരേ EMFലുള്ള സെല്ലുകളാണെങ്കിൽ ആകെ EMF സർക്യൂട്ടിലെ ഒരു സെല്ലിന്റെ EMFന് തുല്യമായിരിക്കും. ഇതിനകത്ത് എത്ര സെല്ലുകൾ ഉണ്ടെങ്കിലും ഇതിലെ EMF എന്ന് പറയുന്നത് ഒരു സെല്ലിന്റെ EMFന് തുല്യമായിരിക്കും. മറ്റു കണക്ഷനിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ഇതിലെ ഓരോ സെല്ലെടുത്തിട്ട് അതിലെ ഓരോ സെല്ലിന്റെയും EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. സമാന്തര രീതിയിൽ സെല്ലുകളുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ EMF എങ്ങനെയാണ്, എത്ര സെല്ലുകൾ ഉണ്ടെങ്കിലും ഒരേ EMFലുള്ള സെല്ലുകളാണെങ്കിലും ആകെ EMF എന്ന് പറയുന്നത് സർക്യൂട്ടിലെ ഒരു സെല്ലിന്റെ EMFന് തുല്യമായിരിക്കും. ഓക്കെ, ഒരു സെല്ലിന്റെ EMF ആണ് ടോട്ടൽ EMF എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് സർക്യൂട്ടിലെ ആകെ കറണ്ട് സെല്ലുകളിലൂടെ വിഭജിച്ചാണ് പ്രവഹിക്കുന്നത്. സർക്യൂട്ടിലെ ആകെ കറണ്ട് സെല്ലുകളിലൂടെ വിഭജിച്ച് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സർക്യൂട്ടിലെ ആന്തര പ്രതിരോധം വളരെ കുറവായിരിക്കും. സർക്യൂട്ടിലെ ആന്തര പ്രതിരോധം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഇനി കുറഞ്ഞ വോൾട്ടതയിൽ കൂടുതൽ സമയം കൂടുതൽ കറണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സമാന്തര രീതിയിലായിരിക്കും സെല്ലുകൾ കണക്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ, കുറഞ്ഞ വോൾട്ടതയിൽ കൂടുതൽ സമയം കൂടുതൽ കറണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് സമാന്തര രീതിയിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാം. ഓക്കെ, സെല്ലുകൾ തമ്മിലുള്ള കണക്ഷൻ സമാന്തര രീതിയിലാക്കാം. മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് വരാം. ഇനി ഇവിടെ ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേക്കാം.
ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവിനെയാണ് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കറണ്ട് കണ്ടുപിടിക്കാൻ ചാർജിന്റെ അളവ് ബൈ പ്രവഹിച്ച സമയം ചെയ്താൽ മതി. അപ്പോൾ Q/T എന്ന് കിട്ടും. പിന്നെ അതിന്റെ യൂണിറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? കൂളോം പെർ സെക്കൻഡ് എന്നാണ്. കൂളോം പെർ സെക്കൻഡിനെയാണ് ആംബിയർ എന്ന് പറയുന്നത്. കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്. SI യൂണിറ്റ് ആംബിയർ ആണ്. കൂളോം ബൈ സെക്കൻഡ് എന്നും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അമീറ്റർ ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഒന്നുകൂടി വായിക്കാം. കാണുമ്പോൾ നമുക്ക് ഈ അമീറ്ററും അതുപോലെ തന്നെ വോൾട്ട് മീറ്ററും ഏതാണ്ട് കാണുമ്പോൾ സിമിലർ ആയിട്ടിരിക്കുവേ. ഇനി ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? അമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണ് പോകുന്നത്? ഈ ഒരു ഉപകരണത്തിന്റെ പോസിറ്റീവ് ടെർമിനലിനെ സെല്ലിന്റെ പോസിറ്റീവിനോടും അതുപോലെ ഈ ഒരു ഉപകരണത്തിന്റെ നെഗറ്റീവ് ടെർമിനലിനെ സെല്ലിന്റെ നെഗറ്റീവിനോടും തന്നെ വേണം ബന്ധിപ്പിക്കാൻ. ഇതുപോലെ തന്നെയാണ് വോൾട്ട് മീറ്ററും ബന്ധിപ്പിക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അമീറ്റർ സർക്യൂട്ടിൽ ശ്രേണി രീതിയിൽ വേണം ഉൾപ്പെടുത്താൻ. വേണ്ടിയിട്ട്. വോൾട്ട് മീറ്റർ ആണ് എങ്ങനെയാണ്? സമാന്തരമായിട്ടല്ലേ ഘടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു സൂചിയുടെ സ്ഥാനം എങ്ങനെയാണോ അത് നോക്കിയിട്ടാണ് നമ്മൾ കറണ്ട് അളക്കുന്നത്. കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്. കൂളോം ബൈ സെക്കൻഡ് എന്ന് നമുക്കതിനെ എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അമീറ്ററിനെ കുറിച്ചുള്ള പറയുന്നത്. അതിന്റെ പ്രതീകമൊക്കെ ഉണ്ടല്ലോ. ഇനി ഓംസ് ലോ ആണ്. ഓംസ് ലോ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓംസ് ലോയുടെ കേസിൽ ടെമ്പറേച്ചർ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. താപനില സ്ഥിരമാണ്. താപനില സ്ഥിരമായിട്ടിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ടിനെ നമുക്ക് I എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. അതിന്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഓക്കെ, I പ്രൊപ്പോർഷണൽ ടു V ആയിരിക്കും. അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിര സംഖ്യയായിരിക്കും. പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിര സംഖ്യയായിരിക്കും. ഓംസ് ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. കറണ്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഈ ഒരു നിയമം കൊണ്ടുവന്നത് ജോർജ് സൈമൺ ഓം എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തെ കുറിച്ച് കുറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നലെ പഠിച്ചു. അതുകൊണ്ട് ഈ ഒരു ഭാഗം വായിക്കുന്നില്ല. പിന്നെ പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ട് പെർ ആംബിയർ ആണ്. അതിനെയാണ് നമ്മൾ ഓം എന്ന പ്രതീകം കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഓം എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റെസിസ്റ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാ. ഇനി നമുക്ക് ഇവിടെ വായിക്കാനുള്ളത് ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ കുറിച്ചാണ്. ഈ ഒരു ഇൻസ്ട്രുമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അതായത് ഈ ഉപകരണം DC-യുടെ വോൾട്ടേജ്, കറണ്ട്, AC-യുടെ വോൾട്ടേജ്, കറണ്ട്, ചാലകത്തിന്റെ പ്രതിരോധം തുടങ്ങിയവ അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കേട്ടോ, ഈ ഒരു ഉപകരണം ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന ഉപകരണം DC-യുടെ വോൾട്ടേജ്, DC-യുടെ കറണ്ട്, AC-യുടെ വോൾട്ടേജ്, AC-യിലെ കറണ്ട്, പിന്നെ ചാലകത്തിന്റെ പ്രതിരോധം എന്നിവയൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, DC വോൾട്ടേജ്, DC കറണ്ട്, AC വോൾട്ടേജ്, AC കറണ്ട്, ചാലകത്തിന്റെ പ്രതിരോധം തുടങ്ങിയവ അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപകരണം ഉപയോഗിക്കുന്നത്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ പാർട്സ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഈ ഒരു ചാപ്റ്ററിൽ റിയോസ്റ്റാറ്റ് എന്ന ഇൻസ്ട്രുമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. റിയോസ്റ്റാറ്റ് എന്ന ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. പൊട്ടൻഷ്യൽ വ്യത്യാസം സ്ഥിരമായിരുന്നാൽ പ്രതിരോധവും കറണ്ടും വിപരീത അനുപാതത്തിലായിരിക്കുമെന്ന്. അതായത് I പ്രൊപ്പോർഷണൽ ടു V ആണെന്ന് പറഞ്ഞു. അതുപോലെ I പ്രൊപ്പോർഷണൽ ടു 1/R ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റിയോസ്റ്റാറ്റ് എന്ന ഇൻസ്ട്രുമെന്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാത്തത്. ഇപ്പൊ റിയോസ്റ്റാറ്റിന്റെ കാര്യങ്ങൾ ഒരു സർക്യൂട്ടിലെ ഇതൊരു PYQ ആണ് കേട്ടോ. ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്തി കറണ്ടിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്തിക്കൊണ്ട് കറണ്ടിനെ നിയന്ത്രിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാത്തത്. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലനേഷൻ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ധാരാവൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ന്യൂ SCERT-യിലെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതിൽ വരുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നത്. പിന്നെ അതിലില്ലാത്ത പോയിന്റ്സും കൂടി നമ്മൾ ഇവിടെ ഊന്നി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്ലാസ് കണ്ടിട്ടേ നിങ്ങൾ ഇങ്ങോട്ട് വരാവൂ. എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ വീണ്ടും പറയുന്നത്, ആദ്യം വന്ന് നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തോന്നിയ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ ക്ലാസ് കാണുക. അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാം. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടും എന്നുള്ളത് അല്ലെ. ഒരു ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടും, വണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ ഛേദതല പരപ്പളവ് കൂടുമ്പോൾ പ്രതിരോധം കുറയും എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഇവിടെ
ഈ റെസിസ്റ്റൻസ് എന്നത് റെസിസ്റ്റൻസ് R ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, നീളം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അതുപോലെ തന്നെ ഛേദതല പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കൂടുമ്പോൾ എന്താ ചെയ്യുന്നത്? ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ, R പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, റെസിസ്റ്റൻസ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. അതുപോലെ തന്നെ ഏരിയ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും നീളത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആണ്. അപ്പൊ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഇവിടെ തന്നിരിക്കുന്നുണ്ടോ, R ഈക്വൽ ടു റോ 1/A. അപ്പൊ ഈ റോ എന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഈ റോ. സ്ഥിരസംഖ്യയായി സൂചിപ്പിക്കുന്നത് റോ എന്ന ഗ്രീക്ക് അക്ഷരമാണ്. അപ്പൊ ഇതിൽ ഈ റോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും? റോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കുക, റോയെ മാത്രം ഇവിടെ നിർത്തിയിട്ട് Rന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ R ഇൻറ്റു A ബൈ ലെങ്ത് എന്ന് വരും കേട്ടോ, ബൈ ലെങ്ത് എന്ന് വരും. അപ്പൊ റോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. ഇനി ഈ റോ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എന്ന് ഉദ്ദേശിക്കുന്നത് ചാലകം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തിന്റെ റെസിസ്റ്റിവിറ്റി ആണ്. ചാലകം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തിന്റെ റെസിസ്റ്റിവിറ്റി, പദാർത്ഥം മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി മാറും. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ചാലകം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തിന്റെ റെസിസ്റ്റിവിറ്റി റോ എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റോ എന്നാണ് ഇത് വായിക്കുന്നത്, റോ എന്നാണ് വായിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുകയാണ് ഒരു ചാലകത്തിന്റെ നീളം 1 മീറ്റർ ആണ്. ഒരു ചാലകത്തിന്റെ നീളം 1 മീറ്റർ ആണ്. ഛേദതല പരപ്പളവ് 1 മീറ്റർ സ്ക്വയറും ആണെങ്കിൽ ഇത് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തിന്റെ റെസിസ്റ്റിവിറ്റി കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നീളം നമുക്ക് തന്നു 1 മീറ്റർ ആണ്. ഛേദതല പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ നമുക്ക് തന്നു 1 മീറ്റർ സ്ക്വയർ ആണ്. ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? റോ ഈക്വൽ ടു RA ബൈ ലെങ്ത് ബൈ L എന്നാണ്. അപ്പൊ ഇവിടെ ലെങ്ത് എത്രയാണ്? 1 ആണ്. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. A എന്ന് പറയുന്ന 1 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എന്ത് കിട്ടി? റോ ഈക്വൽ ടു R എന്ന് കിട്ടി. റോ ഈക്വൽ ടു R. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് റെസിസ്റ്റിവിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും? യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളവുമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധമാണ് റെസിസ്റ്റിവിറ്റി. അതായത് യൂണിറ്റ് ഒരു മീറ്റർ സ്ക്വയർ ഛേദതല പരപ്പളവും 1 മീറ്റർ നീളവുമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധമാണ് റെസിസ്റ്റിവിറ്റി എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാലോ. മുകളിൽ നമ്മൾ കാണിച്ച ആ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് വരാം അല്ലെ. യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളവുമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധമായി നമുക്ക് റെസിസ്റ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നിശ്ചിത താപനിലയിലുള്ള ഒരു പദാർത്ഥത്തിന്റെ റെസിസ്റ്റിവിറ്റി സ്ഥിരമാണ്. നിശ്ചിത താപനിലയിലുള്ള ഒരു പദാർത്ഥത്തിന്റെ റെസിസ്റ്റിവിറ്റി സ്ഥിരമാണ്. ഇനി വ്യത്യസ്ത പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്ത റെസിസ്റ്റിവിറ്റി ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ. പദാർത്ഥത്തിന്റെ സ്വഭാവം അനുസരിച്ച് റെസിസ്റ്റിവിറ്റിക്ക് മാറ്റം വരും എന്നുള്ളത്. വ്യത്യസ്ത പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്ത റെസിസ്റ്റിവിറ്റി ആയിരിക്കും. ഇനി റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എങ്ങനെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്? പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഇൻറ്റു ഛേദതല പരപ്പളവിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഛേദതല പരപ്പളവിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ ആണ്. പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. അപ്പൊ ഓം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ എന്ന് വരികയും മീറ്റർ നമ്മൾ ക്യാൻസൽ ആയി പോകുമ്പോൾ ഓം മീറ്റർ എന്നായി. ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ, ഇനി നമുക്കിവിടെ കണ്ടക്ടിവിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് കണ്ടക്ടിവിറ്റി? ഒരു ചാലകത്തിന്റെ റെസിസ്റ്റിവിറ്റിയുടെ വിൽക്രമത്തെയാണ് ചാലകത്തിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. വിൽക്രമം എന്ന് വെച്ചാൽ എന്താണ്? റെസിപ്രോക്കൽ ആണ്. റെസിപ്രോക്കൽ ഇപ്പൊ 2 ആണെങ്കിൽ അതിന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പൊ ഒരു ചാലകത്തിന്റെ റെസിസ്റ്റിവിറ്റിയുടെ വ്യുൽക്രമത്തെയാണ് ആ ചാലകത്തിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ റെസിസ്റ്റിവിറ്റി R ആണെങ്കിൽ നമ്മുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 1/R ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ് സിഗ്മ. സിഗ്മ എന്നാണ് അത് വായിക്കുന്നത്. സിഗ്മ എന്നത് ഗ്രീക്ക് അക്ഷരമാണ്. അപ്പൊ സിഗ്മ ഈക്വൽ ടു 1/ρ എന്ന് നമുക്ക് എഴുതാലോ. സിഗ്മ ഈക്വൽ ടു 1/ρ. അപ്പൊ നമുക്ക് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എങ്ങനെ എഴുതാം? 1 റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓം മീറ്റർ ആണെന്ന്. അപ്പോൾ 1 ഓം മീറ്റർ ആണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. 1 ഓം മീറ്ററിനെ നമുക്ക് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് കണ്ടക്ടിവിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് നമുക്കിവിടെ കുറേ ടൂൾസ് ഒക്കെ പരിചയപ്പെടുത്തുകയാണ്. ടൂൾസ്: സ്ക്രൂ ഡ്രൈവർ, വൈദ്യുത ടെസ്റ്റർ, വയർ സ്ട്രിപ്പർ, പ്ലെയർ, ഗ്ലൗസ്, മൾട്ടിമീറ്റർ. മൾട്ടിമീറ്റർ നമ്മൾ പറഞ്ഞല്ലോ എന്തായിരുന്നു? സർക്യൂട്ടിലെ കറണ്ട്, വോൾട്ടേജ്, പ്രതിരോധം എന്നിവ അളക്കാനും സർക്യൂട്ട് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ക്ലാമ്പ് അമീറ്റർ. ക്ലാമ്പ് അമീറ്റർ അറിയാലോ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു. സർക്യൂട്ടിലെ വയറുമായിട്ടോ ഉപകരണവുമായിട്ടോ ബന്ധിപ്പിക്കാതെ തന്നെ സർക്യൂട്ടിലെ കറണ്ട് അളക്കാൻ വേണ്ടി സഹായിക്കുന്ന ഉപകരണമാണ് ക്ലാമ്പ് അമീറ്റർ എന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ടൂൾസ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്.
സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ധാരാവൈദ്യുതി, സ്ഥിതവൈദ്യുതി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ വീണ്ടും നമ്മൾ ചെയ്യുന്നത്. ഫിസിക്സ് സബ്ജക്റ്റ് ആയി എടുത്തവർക്ക് അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഓൾഡ് SCERT ലെസണും കൂടി കാണുക, അപ്പോഴേ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുള്ളൂ. അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അതിലും കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട് വെച്ചിട്ട് തന്നെയാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് കൊണ്ട് നിങ്ങൾ കണ്ടേക്കണേ. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്കും ഫസ്റ്റ് കമന്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ SCERT സീരീസിന്റെ കാര്യവും അതുപോലെ റിവിഷൻ ടെലഗ്രാമിൽ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും കൂടി ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ ആവട്ടെ. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. താങ്ക്